ചെയ്യാൻ പോകുന്നത് കുറേ ദിവസം കൊണ്ട് എൻ്റെ അടുത്ത് നമ്മൾ ജ്യോതിഷ ഹസ്തരേഖ പറയാനിരിക്കുമ്പോൾ തന്നെ പലരും ചോദിക്കാറുണ്ട്, മാഡം ഇന്ന സ്ഥലത്ത് ഇന്ന വൃക്ഷം വയ്ക്കാമോ, ഇന്നടുത്ത് ഇന്ന വൃക്ഷം വയ്ക്കാമോ, ഇപ്പുറത്ത് പേര വളർന്ന് നിൽക്കണം, ആ പേര മുറിച്ച് കളയണോ, ഇങ്ങനെയൊക്കെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. നമുക്ക് വാസ്തു അനുസരിച്ച് വീട് വയ്ക്കുമ്പോൾ നമുക്ക് സന്തോഷവും സമാധാനവും ഒക്കെ ആ വീട്ടിൽ കഴിയുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഉണ്ടാകും. ഈ വാസ്തു ഒന്നും ഇല്ലയെന്ന് പറഞ്ഞ് വയ്ക്കുന്നവരെ നമ്മൾ മൈൻഡ് ചെയ്യുക, അവരുടെ പാട്ട് ആരോട് നമ്മൾ മത്സരിക്കാൻ പോകരുത്. ജ്യോതിഷത്തിനെ പറ്റി ഹസ്തരേഖയെ പറ്റി പറയുമ്പോൾ അതിന് വരെ ക്രിറ്റിസിസം ഉണ്ട്. അവരവരുടെ വഴിക്ക് വിടുക, ദൈവം പഠിപ്പിക്കും പാഠങ്ങൾ, അന്നേരം അവർ നമ്മളിലോട്ട് വരും എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെയാണ് വാസ്തു അനുസരിച്ച് വീട് വയ്ക്കുന്ന കാര്യങ്ങൾ ഒരുപാട് പേര് പറഞ്ഞു കൊടുക്കുമ്പോൾ മിക്കവാറും പേര് വാസ്തു ഇല്ലെങ്കിൽ പോലും കിഴക്കുന്ന് വായു പടിഞ്ഞാറോട്ട് പോകാൻ എനിക്ക് ശ്വാസം വിട്ടുമെന്നാണ് പറയണത്. അപ്പോൾ ഇപ്പോഴും അങ്ങനെ വയ്ക്കാത്ത വീടുകളിലാണെങ്കിൽ നമ്മൾ പടിഞ്ഞാറോട്ട് പോകാം, ഒരു ഹോൾ ഇട്ട് കൊടുക്കും വായു പോകാനായിട്ട്. അതേപോലെ തന്നെ നമ്മുടെ വീടിന് ചുറ്റും സുഗന്ധമുള്ള നല്ല മണമുള്ള സസ്യങ്ങൾ നമുക്ക് വീടിന് ചുറ്റും നന്നായിട്ട് വളർത്തുന്നതുകൊണ്ട് ഒരു കുഴപ്പവുമില്ല. കിഴക്ക് മുതൽ 4 ദിക്കുകളിലും പൂമരങ്ങൾ വയ്ക്കാമെന്നാണ് പറയുന്നത് വാസ്തു. നമ്മുടെ ഒരു കുഴപ്പമില്ല എന്നാണ് പറയണത്. ഈ മരം കിഴക്ക് തുടങ്ങി 3 മാസം ഘട്ടമായിട്ട് പൂത്ത മരങ്ങൾ നമുക്ക് നട്ട് പിടിപ്പിക്കുക. ഈ സുഗന്ധം നല്ല മണമുള്ള പുഷ്പങ്ങളാണെങ്കിൽ നമ്മൾക്ക് നല്ലൊരു അന്തരീക്ഷം, അവിടെ നല്ല കാറ്റും നല്ല മണവും ഒക്കെ ഉള്ളൊരു അന്നേരം ചിത്രശലഭങ്ങൾ, പക്ഷികൾ എല്ലാം അവിടെ വരും. അതൊക്കെ നമ്മുടെ മനസ്സിന് നല്ല ഒരു ആശ്വാസം പകരുന്ന കാഴ്ചകളാണ്. ഇനി ഈ പൂമരങ്ങളോടൊപ്പം തന്നെ പാൽ മരങ്ങളും അതിരുകളിൽ വയ്ക്കാമെന്നാണ് പറയണത്. പാൽ മരങ്ങൾ കിഴക്ക് തുടങ്ങി 4 അതിരുകൾ, നമുക്ക് അതിര് നമ്മുടെ നാട്ടിൻ പുറത്താണ് അതിരൊക്കെ വലിയ 50 അല്ലെങ്കിൽ 1 ഏക്കറോ ഒക്കെ ഉള്ളിടത്ത് ചുറ്റും നമുക്ക് വേലിയിൽ എന്തൊക്കെ നടാമെന്നാണ്. ഇലഞ്ഞി, പുളി, പിന്നെ ഏഴിലം പാല, നാഗമരം ഇതൊക്കെ പൂമരങ്ങളാണ്. ഇപ്പോഴാണെങ്കിൽ നാഗമരം അമ്പലത്തിൽ മാത്രമേ വയ്ക്കുള്ളൂ എന്ന് ഒരുപാട് ഏക്കർ സ്ഥലമുള്ള കൃഷി സ്ഥലങ്ങളിലെല്ലാം നമുക്ക് വേണമെങ്കിൽ അതിരുകളിലെല്ലാം ഈ 4 സ്ഥലത്ത് വയ്ക്കാമെന്നാണ് വാസ്തു അനുസരിച്ച് പറയാം. പിന്നെ അതിനോടൊപ്പം തന്നെ ഇത്രയും മരത്തോടൊപ്പം തന്നെ നമുക്ക് അരയാല് വയ്ക്കാം, ആല്, അത്തി, പിന്നെ പേരാല്, ഇത്തി തുടങ്ങിയ വൃക്ഷങ്ങളും നടാവുന്നതാണെന്നാണ് ഇവിടെ നിന്ന്. ഈ വൃക്ഷങ്ങൾ നമുക്ക് എത്രത്തോളം നമ്മുടെ അതിരിൽ കാണുമോ, പൂമരങ്ങൾ എത്രത്തോളം നമ്മുടെ അതിരിൽ കാണുമ്പോൾ അവിടെ നമുക്ക് ഓക്സിജൻ കൂടുതൽ കിട്ടും, ശുദ്ധവായു കിട്ടും, ആരോഗ്യത്തിനും മനസ്സുഖത്തിനും നമുക്ക് ഉത്തമമാണ്. അത് ഉറപ്പ് തന്നെയാണ്. പിന്നെ നമുക്ക് ഇത് വൃക്ഷങ്ങൾ നമുക്ക് നടുന്ന കാര്യം. ഇനി നമുക്ക് ചെറിയ സസ്യങ്ങൾ നടാം വീടിന് ചുറ്റും. എന്തൊക്കെ നെല്ലി, കൂവളം നടും. കൂവളം വീട് നട്ടേ കൂടാന്ന് പറഞ്ഞ് പതിപ്പിച്ച് വെച്ചാൽ വയ്ക്കൊക്കെ തന്നെ. പക്ഷെ കൂവളം നടുന്നത് നമ്മൾ നന്നായിട്ട് വൃത്തിയായിട്ട് സൂക്ഷിക്കണം. കാരണം കൂവളത്തിന് മഹാദേവൻ്റെ പിന്നെ ഭൂതഗണങ്ങളുണ്ടെന്നാണ് പറയണത്. ഒരു 3 കണ്ണാണ് ഭഗവാന്റെ കൂവളത്തിൻ്റെ 3 ഇല. അപ്പോൾ അത് നമ്മൾ വൃത്തിയോടുകൂടി പീരീഡ്സ് ആയവരൊക്കെ അടുത്ത് പോകാതെ ഇരുന്ന് നമുക്കത് കൂവളം മരം നമുക്ക് നന്നായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്ത് നല്ല രീതിയിൽ വളരെ വെള്ളം ഒഴിച്ച് ശുദ്ധമാക്കി വെച്ചാൽ അത് ഒരിക്കലും പട്ടൊന്നും പോകില്ല. എപ്പോഴെങ്കിലും എനിക്കറിയാവുന്നുള്ള കാരണം ഞാൻ ഒരു വീട്ടിൽ അവർ നന്നായിട്ട് ഒരു ദിവസം ആ കൂവളം പട്ട് അതോടുകൂടി അവർക്ക് ആ വീട് വിൽക്കേണ്ടി വന്നു. അതൊക്കെ സത്യമുള്ള കുറേ കാര്യങ്ങൾ നമ്മുടെ വാസ്തുവിലും വൃക്ഷങ്ങളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എവിടെ വേണമെങ്കിലും നടാം, പക്ഷേ നമ്മൾ സംരക്ഷിക്കണം അതിനെ. ഇവർ കുറേ ദിവസമൊക്കെ അവിടെ ഇല്ലാതായപ്പോഴത് പട്ടുപോയത്. അപ്പോൾ കൂവളം നടാം, തെറ്റി, ദേവദാരു, പ്ലാവ്, ചന്ദനം, വേങ്ങ, അശോക, തുളസി ഇതൊക്കെ നമുക്ക് വീടിൻ്റെ ഏത് വശത്തും നട്ടുപിടിപ്പിക്കാമെന്നാണ് പറയണത് വാസ്തു അനുസരിച്ച്. പിന്നെ മുല്ല, പിച്ചി, വാഴ, വെറ്റില എന്നിവയും ഉചിതമായ വീടിൻ്റെ ഏത് സ്ഥലത്തും ഉചിതമായ സ്ഥലങ്ങളിൽ നമുക്ക് നടാം. പിന്നെ കൃത്രിമമായി ഉണ്ടാക്കിയെടുത്ത ഇപ്പോൾ കുറേ ആൾക്കാർ കള്ളിച്ചെടിയൊക്കെ വയ്ക്കുക, അതൊന്നും അത്ര നല്ലതല്ല എന്നാണ് പറയുന്നത്. കൃത്രിമമായിട്ട് ഉണ്ടാക്കിയ ഒരു ചെടികളും നമ്മളെ വീട്ടിൻ്റെ മുൻവശത്തോ ബാക്കിലോ ചുറ്റും വയ്ക്കുന്നത് അത്ര നന്നല്ല എന്നും പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ കുറ്റിച്ചെടികളൊക്കെ, ഈ കള്ളിച്ചെടി, കുറ്റിച്ചെടിയൊക്കെ നമുക്ക് ഗുണം ചെയ്യുന്നതിനെക്കാട്ടി ദോഷം ചെയ്യും. ഇവിടെ വാസ്തു അനുസരിച്ച് പറഞ്ഞിരിക്കുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ, ഈ കള്ളിച്ചെടി, ഒരു അക്കേഷ്യ അതൊക്കെ പറയില്ല, അതൊന്നും നടരുതെന്നാണ്